ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക ഫ്രം ഡയറ്റ് ലാബ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തെല്ലാം ആഹാരങ്ങളാണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് മെയിനായിട്ടും കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് നമ്മൾ മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ആഹാരങ്ങളാണ്. അതിൽ മെയിനായിട്ടും നമുക്ക് വേണ്ടത് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ആഹാരങ്ങളും ബയോഫ്ലേവനോയിഡ്സും ആണ് നമുക്ക് വേണ്ടത്. വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് കളർഫുൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് തരുന്നത്. ഈ ഒരു കളർ കൊടുക്കുന്നത് ബീറ്റാ കരോട്ടിനാണ്. ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത് നാച്ചുറൽ പ്ലാന്റ് പിഗ്മെൻ്റ് ആണ്. ഇതാണ് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും എല്ലാം യെല്ലോ, ഓറഞ്ച്, റെഡ് കളേഴ്സ് കൊടുക്കുന്നത്. ഈ ബീറ്റാ കരോട്ടിൻ പിന്നീട് വൈറ്റമിൻ എ ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കൺവേർട്ട് ആവുന്നു. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോസ് ഇൻക്ലൂഡ് ചെയ്യാം. സ്വീറ്റ് പൊട്ടറ്റോസ് എന്ന് പറയുന്നത് നമുക്ക് ഗുഡ് വിഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള മാംഗോസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ക്യാരറ്റ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ക്യാരറ്റ് എന്ന് പറയുന്നത് ഹൈ ബീറ്റാ കരോട്ടിനോയിഡാണ്, അതുപോലെ വൈറ്റമിൻ എ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. കാൻറ്റലൂപ്പ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാൻറ്റലൂപ്പ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ റിച്ച് ആണ്. ഇത് മെയിനായിട്ട് നമ്മുടെ ഗുഡ് വിഷനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നു. എസ്പെഷ്യലി നൈറ്റ് വിഷനെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോർണിയെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ബീറ്റാ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ആപ്രിക്കോട്ട്സ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് മെയിനായിട്ടും ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നൈറ്റ് വിഷനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നു. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഇത് മെയിൻലി ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസും ആന്തോസയൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രീ റാഡിക്കൽസ് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ കണ്ണിൻ്റെ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓറഞ്ച് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസും ബീറ്റാ കരോട്ടിനും ധാരാളമായിട്ടും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ വിഷന് വളരെ നല്ലതാണ്. അതുപോലെ കാട്രാക്ട്, തിമിരം പോലുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ലെമണും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഇൻക്ലൂഡ് ചെയ്യാം. സ്ട്രോബെറീസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസിനെയും റെറ്റിനെയും നല്ല ഹെൽത്തി ആയിട്ട് ഇരുത്താനും വിഷനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ടൊമാറ്റോസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ടൊമാറ്റോസ് എന്ന് പറയുന്നത് ലൈക്കോപ്പിൻ റിച്ച് ആണ്. അതൊരു കരോട്ടിനോയിഡാണ്. ആ ഒരു കരോട്ടിനോയിഡ് നമ്മുടെ വിഷനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ണിനകത്തുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യിക്കാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഐയുടെ ഓവറോൾ ഹെൽത്തിന് നമുക്ക് പീച്ചസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് ബ്രസിൽ സ്പ്രൗട്ട്സും ബ്രക്കിളിയും വളരെ നല്ലതാണ്. ഇത് രണ്ടും കോമ്പിനേഷൻ ഓഫ് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയുമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണമാണ് നമ്മുടെ കണ്ണിന് ഉണ്ടാകുന്നത്. ഫ്രീ റാഡിക്കൽസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ കാട്രാക്ട്, തിമിരം പോലുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് പോലുള്ള പല പ്രശ്നങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ബ്രക്കിളി ആയാലും ബ്രസിൽ സ്പ്രൗട്ട്സ് ആയാലും നമുക്ക് സ്റ്റീം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റീം ചെയ്ത് കഴിക്കുമ്പം നമുക്ക് അതിനകത്തുള്ള വൈറ്റമിൻസും മിനറൽസും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. ഐ ഹെൽത്തിന് റെഡ് ബെൽ പെപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഇത് വൈറ്റമിൻ സി റിച്ച് ആണ്. ഇത് മെയിനായിട്ടും ചെയ്യുന്നത് നമ്മുടെ ഐ സെല്ലിൻ്റെ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ ഗുഡ് വിഷൻ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ധാരാളമായിട്ട് കരോട്ടിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. മെയിൻലി ലൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. വൈറ്റമിൻ സി റിച്ചുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യിക്കാനും അതുപോലെ നമ്മുടെ നൈറ്റ് വിഷനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും വളരെ നല്ലതാണ്. വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള നട്ട്സും സീഡ്സും നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. വൈറ്റമിൻ ഇ മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽസിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് മെയിൻലി നമുക്ക് റെറ്റിനയുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഇതിനടങ്ങിയിരിക്കുന്ന സിങ്ക് നമുക്ക് ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും നൈറ്റ് വിഷനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഡയറ്റിൽ ഒരു 2 to 3 liters ഓഫ് വാട്ടർ എങ്കിലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. മെയിൻലി നമ്മുടെ ഒപ്റ്റിമൽ ഐ ഹെൽത്തിന് വാട്ടർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഐയിൽ ഡീഹൈഡ്രേഷനെ പ്രിവെൻറ്റ് ചെയ്യാനും ഐയിലുണ്ടാകുന്ന ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും വാട്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റം ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ ഐ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്കും ഡയറ്റിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതോടൊപ്പം നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറും അതുപോലെ വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അപ്പോയിൻറ്റ്മെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഇസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.